ചാനൽ ഗൈസ്, ഇന്നൊരു സീക്രട്ട് വീഡിയോ ആയിട്ടാണ് വന്നത്. ഞാൻ ഫസ്റ്റിക്കാക്ക് ഒരു മുട്ടൻ പണി എടുക്കാൻ വേണ്ടി പോകണം. എല്ലാവരും എന്നോട് പറഞ്ഞു ഫസ്റ്റിക്കാക്ക് ഇന്നെ വലിയ ആളായിട്ടേ പേടിപ്പിച്ച് പ്രേതാക്കിയിട്ട് അതിനൊരു റിവഞ്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്കത് കൊടുക്കാം. വാ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ആണ് നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റിക്കാക്ക് അവിടെ ഉണ്ട്, ബേബിനെയും കൊണ്ട് നടക്കുകയാണ്. ഫസ്റ്റ് സുഖല്ലേ? ആ, ബേബിക്ക് കുറച്ച് സീനാണ് ഗൈസ്. കോൾഡ് വന്നിട്ടുണ്ട്. കോൾഡ് ആയതിനെ കൊണ്ട് നമ്മൾ മാസ്ക് ഒക്കെ വാങ്ങിയിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകല അങ്ങനെ വെക്കാൻ വേണ്ടി. അതെ അതെ. അപ്പൊ ഞാൻ ഇന്നും കൂടി കൊണ്ടുപോകണം, ഇന്ന് രാത്രിയും കൂടി കൊണ്ടുപോകാണ്ട് മാസ്ക് വെച്ചിട്ട്. അപ്പൊ ഞാൻ കുറച്ചു നേരം ഈ തണുത്ത കാറ്റ് അതിനെ കൊണ്ട് കൊള്ളിക്കേണ്ട വിചാരിച്ചാണ്. എന്നാലും ഞാൻ ഇവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം. അസിക്കാക്ക് പിന്നെ പെർഫോമൻസ് ചെയ്യാണ്ടാവില്ലല്ലോ അല്ലേ? അയ്യോ, എന്റെ വീട്ടിലല്ലേ ഇന്ന ഇവിടെ ഒരു ദിവസം പറഞ്ഞു കൊണ്ടത് ഇവിടെ ലോക്കാക്കിയപ്പോ. ഓക്കെ, അപ്പൊ പെർഫോമൻസ് ഒന്ന് ഫസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഫുൾ പെർഫോമൻസ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ ഫസ്റ്റിക്കാക്ക് ഞാൻ ഇവിടെ ഉണ്ടാവും, വിളിച്ചാൽ മതി ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, ഞാൻ ഇവിടെ ഉണ്ടാവും, വിളിച്ചാൽ മതി ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, ആ ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഇന്ന് ഫസ്റ്റിക്കാക്ക് വേണ്ടി ഒരു കിടിലൻ സംഭവമാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനുള്ള ഔട്ട്ഫിറ്റ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചു വാരിയെടുക്കാം. യെസ് ഗൈസ്, ഇന്നത്തെ ഔട്ട്ഫിറ്റ് ദിസ് വൈറ്റ് ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് മാറ്റിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഗൈസ്, ഞാൻ ഡ്രസ്സ് ഇട്ടു, വൈറ്റ് ഡ്രസ്സാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഡ്രസ്സ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എൻ്റെ മറ്റേ എന്താ പറയുക, 7ാം മാസത്തെ കൂട്ടിക്കൊണ്ടുവന്ന ഞാൻ ഇട്ട ഡ്രസ്സാണ്. അത് കഴിഞ്ഞ് ഇത് കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം ഇത് ഞാൻ കെട്ടി എടുത്ത് വെച്ചു. ബിക്കോസ് നല്ല ലൂസ് ഡ്രസ്സായിരുന്നു. അപ്പം ഈ ഡ്രസ്സ് ഇട്ടാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇന്ന് വൈറ്റ് കളർ ഡ്രസ്സാണ് ഇട്ടത്. അപ്പം ഞാൻ നല്ല മൂഡിലാണെന്നല്ലേ? പക്ഷെ അല്ല, ഐ ആം വെരി ടെറർ ടുഡേ. അപ്പം ഞാൻ ഇന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഫസ്റ്റിക്കാക്ക് അന്ന് എന്നെ പ്രേതായിട്ട് പേടിപ്പിച്ചില്ലേ, അതിന് പകരം ഞാൻ ഇന്ന് ഫസ്റ്റിക്കാക്കിനെ ശരിക്കുള്ള പ്രേതായിട്ട് പേടിപ്പിക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, ആ ചിരി മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഇന്ന് മേക്കപ്പ് കിടട്ടെ, കുറച്ച് പ്രേത ലുക്കിൽ ആകാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വാരി മുഖത്തേക്ക് വിതറാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രേതത്തിന് എന്ത് ലുക്കാണ് ഉണ്ടാവുക? പ്രേതം എന്ന് പറഞ്ഞപ്പോൾ തന്നെ കരണ്ട് വരും. അപ്പോൾ പ്രേതത്തിന് കരണ്ടിന് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ടച്ചപ്സ് ഒക്കെ തുടങ്ങാം. പ്രേതം എങ്ങനെ ഉണ്ടാവുക? കുറച്ച് ബ്ലഷൊക്കെ ആവാല്ലേ? ബ്ലഷ് ചെയ്തിരിക്കുന്ന പ്രേതായിക്കോട്ടെ. കണ്ണൊന്ന് നോക്കിയ പുതുമഴയായി വടയക്ഷിനെ പോലെ വലിച്ചെഴുതിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ നോക്കണേ. ലിസ്റ്റിക് ഉണ്ട്. റെഡ് കളറിൽ ഇടണം. റെഡ് കളർ ലിസ്റ്റിക് അല്ല ഉള്ളത്. ഇതിനെന്തെങ്കിലും ഈ ഐശ്വര്യ പാറ്റിൽ ചുവപ്പ് കളറുണ്ട്. ഇത് നല്ല ചുവപ്പാണ്. കണ്ണിൻ്റെ അടിയിൽ കുറച്ച് ചുവപ്പ്. പേടിക്കുന്നില്ല ഗൈസ്, എനിക്ക് എന്നെ കണ്ടിട്ട് തന്നെ എനിക്കെന്നെ പേടിയാ. എക്സിക്ക് ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് പറയും. നമുക്കുണ്ട്, പക്ഷെ എക്സിക്കില്ല. പക്ഷെ എക്സിക്കുണ്ട്. എന്ത് പല്ല്? എന്റെ ലുക്കറി എനിക്ക് രക്തം തരൂ, ഞാൻ കുടിക്കട്ടെ. എനിക്ക് രക്തം വേണം. രക്തം വേണം. പല്ലൊക്കെ അടി വരാത്ത കുറച്ച് പശ എന്തെങ്കിലും ഉണ്ടോ? ഒട്ടിച്ചൊക്കെ ഇരുന്നു. ചുണ്ട് വളർത്തി പോയി. പിന്നെ ഞാൻ ഈ ഫോൺ എവിടെയെങ്കിലും ഒന്ന് സെറ്റാക്കി വെക്കണം. ഇങ്ങനെയുണ്ട്. എല്ലാവരും ഈ വീഡിയോ തന്നെ ലൈക്ക് ചെയ്യണം. ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. ഞാൻ ഒളിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഈ ഒരു അലമാറയാണ്. ഇതിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വലിച്ചു കയറിയിടുക.
ഇനി ധാരാളം ഡ്രസ്സാണിത്. ഇത് നമുക്ക് എടുത്തേക്കാം. അപ്പോൾ ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിക്കാം. ഇത് നമുക്ക് ഫസ്റ്റ് അങ്ങനെ വിളിക്കാം. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഐഡിയ? വിളിക്കൂലേ? ആരും ചെയ്യാത്ത ഐഡിയ. എങ്ങനെയെങ്കിലും ഒന്ന് വലിഞ്ഞ് കയറണം. ആണ് അവിടെ എവിടെയെങ്കിലും ഒന്ന് സെറ്റാക്കാം. ഗൈസ്, ഞാനിവിടെ ഫോൺ സ്ട്രെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഉള്ളിൽ കയറി വിളിച്ചിട്ട് ഹസ്കാക്കിനെ വിളിക്കാൻ വേണ്ടി വേണം. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശുഭോദയം. ഒന്നിങ്ങോട്ട് വരുമോ? എനിക്കൊരാവശ്യം. ഒന്ന് വരുവാ. ഒന്ന് വാന്ന്. ഒന്ന് വാ. ഇതല്ലേ തുപ്പലോണ്ട് ഒലിച്ചിങ്ങോട്ട് പോരുന്നു എനിക്ക് തോന്നുന്നു. യാറിൻ്റെ പൊടിയാണ്. യാരെന്നെ എടുത്ത് വരുമായിരിക്കും. യാരെ മേടിക്കാൻ തന്നെയാണ് ഇഷ്ടം. പിന്നെ ഒരു പ്രായത്തിലൊക്കില്ലേ. ഒന്ന് ഇറങ്ങാൻ സാധിക്കോ? ഇത് you pranked Fuzzy. Say hi to audience. ശരി റിവെഞ്ച് പ്രാങ്ക് ആയിട്ട് വന്നാ അതിന്റെ ഒച്ചനോട് മോള് നീച്ചായി. എത്ര നേരം ഇനി വന്നിട്ടില്ലെങ്കിൽ എന്റെ കാലം ഞാൻ ഓഫറേഷൻ ചെയ്യേണ്ടി വരും. കുറെ നേരം അതിൻ്റെ കയറിയത്. അടിപൊളി അടിപൊളി. ഞാൻ ഇവിടെ ഉറക്കിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കാന്. ഞാൻ നോക്കി ഈ കാണ്ടത്തിന് കാണുന്നില്ലല്ലോ വിളിച്ചിട്ട്. കൊഴപ്പില്ല. നല്ല മേക്കപ്പ് കറക്റ്റ് ഇങ്ങനെ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് ഞാനെന്നാ പ്രായത്തിന്റെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി കൊറേ നോക്കി. അതാണ് ഞാൻ ആർട്ടിസ്റ്റല്ല. തുപ്പലായി പോയി. അടിപൊളി. മോളൊന്നും കിടത്ത മോളെ നല്ല ഞെട്ടി. ഞാൻ കണ്ടു നെറ്റ്
പിന്നെ ഞെട്ടാണല്ലോ പെട്ടെന്ന് മാറല്ല. അടിയോട് കഴിഞ്ഞല്ലോ തോന്നുന്നില്ല. കട്ട സീനിട്ടോ മേക്കപ്പിന്റെ മോനെ ഈ അവിടെ എവിടെയും പോണ്ട് ശരിക്കും പ്രായത്തോടാ ആണല്ലേ? പക്ഷെ എനിക്ക് പ്രായത്തിന് ഭയങ്കര പേടിയാ. അല്ലെങ്കിലേ ഇവിടെ കാണുമ്പോ എനിക്കൊരു പേടിയാണ്, അത് വേറെ കാര്യം. പക്ഷെ ഇത് നോക്ക്, മേക്കപ്പ് ഒക്കെ നോക്ക്, ഒന്ന് കണ്ണോർക്ക്. രുദ്രാക്ഷ അല്ല ആരങ്ങനെ ഇങ്ങനെ സൗണ്ട് ആയിട്ടല്ലോ എണീക്കൂല. കണ്ടോ നല്ല ഉറക്കാട്ടോ. ഞാൻ താഴേന്ന് ഉറക്കിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ അവളോട് പറഞ്ഞു കുട്ടി കയ്യിലുണ്ടെന്ന്. ആ നമുക്ക് ഞാൻ കുട്ടീനെ ഇപ്പൊ വേറെ അടുത്ത് കൊടുക്കാനില്ലല്ലോ. ഇവിടെ ആരും ഇല്ലേ കൈസ്, അതാണ് സീന്. ഇവിടെ എങ്ങനെയുണ്ടായി എന്റെ പ്രാങ്ക്? അടിപൊളി. ചോപ്പ് കളറ് അതൊക്കെയാണ് ഞങ്ങളുടെ അടുത്തുള്ള മേക്കപ്പിന്റെ സാധനങ്ങൾ വെച്ച് പലതും ചെയ്യാൻ. മനസ്സിലായോ? ഞാനൊന്ന് കറുപ്പ് വെച്ചിട്ടാ ചെയ്തത്. ആഹാ, അത് ബുദ്ധിയില്ലാത്തവരും അങ്ങനെയൊക്കെ ചെയ്യും. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കാന്താരല്ലേ ന്യൂസ്കൊക്കെ. മാറ്റി പോയി കുട്ടീനെ ഡോക്ടറെ കണ്ടാവില്ല. എന്നെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ചോര കുടിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇതായിരുന്നത് വീഡിയോ. അപ്പോൾ വീഡിയോ ഫുൾ 100% സക്സസ് ആയി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വകറി കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളെ ഷെഡികളൊക്കെ തൂക്കിയിരുന്നു ഇങ്ങോട്ട് മാറി പ്രേതത്തിൻ്റെ വീഡിയോ ഒന്ന് കോമഡി ലുക്കിലാക്കി വരില്ലേ. അപ്പോൾ ഇതായിരുന്നത് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് ചോരക്ക് ബുക്ക്. അപ്പോൾ അടുത്തതായിട്ട് മേപ്പാട് നമ്പൂതിരിനായിട്ട് നമ്മളൊരു വരവുണ്ട്. അതുവരേക്കും ബൈ ബൈ. Bye from Neely from Pal.